ഇനി നടക്ക പോறது യുദ്ധം. അതെ, അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് എവിടെയാണെന്ന് വെച്ചാൽ വെറും 50 രൂപയ്ക്ക് ഒരു കിടിലൻ ചോറ് കിട്ടുന്ന ഒരു അടിപൊളി ഹോട്ടലാണ്. ഇത് മറ്റെവിടെയല്ല, നമ്മളെ കോഴിക്കോടുള്ള ലിസി ഹോട്ടലാണ് കേട്ടോ. ഞങ്ങൾ ഏകദേശം എത്തുമ്പോൾ ഒരു 12 മണി കഴിഞ്ഞിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അന്നേരം കാര്യമായ തിരക്കില്ല എന്ന് പറയാൻ പറ്റൂല. അപ്പം മുതൽ തന്നെ അവിടെ നല്ല തിരക്ക് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അതിനുള്ളിലേക്ക് കുറച്ചും കൂടെ സ്പേസ് ഒക്കെ ഉണ്ട് ഇരിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ അവിടെയൊക്കെ ആൾക്കാർ ഫുള്ളായിരുന്നു. ഞങ്ങൾക്കങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റിയ ഒരു സെറ്റപ്പ് ഒന്നും കിട്ടിയില്ല. ഈ ഹോട്ടൽ ലിസി ഒരുപാട് മുന്നേ തന്നെ പോപ്പുലർ ആയിട്ടുള്ളൊരു സംഭവമാണ്. ഇതിൻ്റെ ഒരുപാട് വീഡിയോസൊക്കെ കുറേ വ്ളോഗേഴ്സ് കുറേ ഇട്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇവിടുന്ന് കഴിക്കുന്നത്. അപ്പോൾ വിചാരിച്ച് അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് നിങ്ങളോടും കൂടെ ഒന്ന് ഷെയർ ചെയ്യാന്ന്. ഇത് ഈ അച്ചാറിനൊന്ന് നോക്കി വെച്ചേ, ഇതിൻ്റെ കാര്യം ഞാൻ പിന്നെ പറഞ്ഞുതരാം കേട്ടോ. ചോദ്യം ഞാൻ പ്രതീക്ഷിക്കുന്നത് അച്ചാറ്, ഓലൻ, പച്ചടി, കൂട്ടുകറി, പുളിയിഞ്ചി, ക്യാബേജ് ഉപ്പേരി, ചമ്മന്തി, അവിയൽ, പിന്നൊരു കിച്ചടി ഉണ്ട്. എൻ്റെ അമ്മോ, പൈനാപ്പിൾ കിച്ചടി എന്തെന്നാ ടേസ്റ്റ് എന്നറിയോ. പിന്നെ ഒഴിച്ചുകറിയായിട്ട് സാമ്പാറും മീൻകറിയും കൂടെ ഉണ്ട്. മീൻ പൊരിച്ചതിൽ ഒരുപാട് വെറൈറ്റി ഉണ്ട്. പക്ഷെ ഞങ്ങൾ പോയപ്പം റെഡി ആയിട്ടുണ്ടായത് അയക്കോറയും നെയ്മീനുമാണ്. അപ്പം ഞങ്ങൾ അത് ഓരോണ്ണം വാങ്ങിയിട്ടുണ്ട്. ഒരു ട്രിപ്പ് കഴിഞ്ഞ് അടുത്ത ചോറിന് വേണ്ടിയുള്ള വെയിറ്റിംഗ് ആണിത്. ഞാൻ അധികം ഹോട്ടലിൽ നിന്നൊന്നും അങ്ങനെ രണ്ടാമത് ചോറ് വാങ്ങാനില്ല. പക്ഷെ ഇത് ആ അച്ചാറില്ല, ഞാൻ നേരത്തെ പറഞ്ഞു, എൻ്റെ അമ്മ ആ അച്ചാർ മാത്രം കൂട്ടിയിട്ട് ചോറുന്ന കേട്ടോ. ഞാൻ അച്ചാറും കിച്ചടിയൊക്കെ 2 പ്രാവശ്യം വാങ്ങിയിട്ടുണ്ടായിരുന്നു. മൂന്നാമതും ചോദിക്കണം എന്ന് വിചാരിച്ചത്, പക്ഷേ തന്നില്ലെങ്കിൽ നമ്മൾ നാണം കെടൂലെന്ന് വിചാരിച്ചിട്ടാണ് ചോദിക്കാണ്ടുന്നത്. 50 രൂപയ്ക്ക് അടിപൊളി ഊണ് കിട്ടുന്ന ഒരുപാട് ഹോട്ടലുകൾ കോഴിക്കോട് ഇഷ്ടം പോലെ ഉണ്ടെങ്കിലും ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ബാക്കിയുള്ള ഹോട്ടലുകളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മീൻകറി, ഒരു പച്ചക്കറി, ഒരു ഉപ്പേരി, ഒരു പപ്പടം, ആ ഒരു ലെവലാണ് പോലെ. പക്ഷേ ഇവിടെ ഉണ്ടല്ലോ എല്ലാ ഐറ്റംസും ഉണ്ട്. പിന്നെ ഒരു സദ്യയൊക്കെ കിട്ടുന്നതിനേക്കാളും കൂടുതൽ ഐറ്റംസ് ഇവിടെ ഉണ്ട്. പിന്നെ വെറുതെ ഉണ്ട് എന്ന് മാത്രമല്ല കേട്ടോ, ഉള്ള ഓരോ സാധനവും അടിപൊളിയാണ്. ഇങ്ങനെ എല്ലാ കറികളും ഇത്രയും ടേസ്റ്റിലുള്ള ഒരു ഹോട്ടൽ ഞാൻ അധികം കഴിച്ചിട്ടില്ല. ഈ പച്ചടിയൊന്നും ഞാൻ അധികം എവിടെ നിന്ന് വീട്ടിൽ നിന്ന് വെച്ചാൽ വരെ കൂട്ടാത്തൊരു കറിയാണ്. പക്ഷേ അവിടുത്തെ പച്ചടിക്കും എന്തോ ഒരു വല്ലാത്ത ടേസ്റ്റ്. എല്ലാ കറിയും ഞാൻ തുടച്ച് പഠിച്ചിന്. എൻ്റെ ലാസ്റ്റ് തലേൻ്റെ അവസ്ഥ നിങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നെ അവിടെ ഒരു അമൂറൊക്കെ ഉണ്ട് കേട്ടോ. അമൂർ എന്ന് പറയുന്ന മീനുണ്ട്. അതിന് ഭയങ്കര അഭിപ്രായമാണ്. ഞാൻ കഴിച്ചിട്ടില്ല. പിന്നെ ചെമ്മീനൊന്നും ഞങ്ങൾ പോയപ്പോൾ റെഡി ആയിട്ടുണ്ടായില്ല, കുറച്ച് നേരത്തെ ആയതുകൊണ്ട്. അപ്പോൾ ഫിഷ് ഇഷ്ടപ്പെടുന്നവർക്ക് മാത്രമല്ല, എനിക്കൊന്ന് വെജിറ്റേറിയൻസിനും ധൈര്യമായിട്ട് വരാൻ പറ്റിയൊരു ഹോട്ടലാണ്. കാരണം ബാക്കി എല്ലാ വിഭവങ്ങളും ഇവിടെ ഉണ്ട്. എൻ്റെ ഇല ഉണ്ടോ ലാസ്റ്റത്തെ, ഇത് ഞാൻ എന്തിനാ ഇങ്ങനെ തുടച്ച് പഠിച്ചതെന്ന് വെച്ചാൽ ഈ പായസം കൂട്ടി അടിക്കാൻ വേണ്ടിയിട്ടാണ്. മീൽസിന് 50 രൂപ കേട്ടോ. പായസം കൂടി വരുമ്പോൾ 60 രൂപ വരും. പിന്നെ ഫിഷ് ഫ്രൈക്ക് 140 ആ റേഞ്ചിലാണ് വരുന്നത്, 140, 150. അപ്പോൾ ഇത് കറക്റ്റ് ലൊക്കേഷൻ എവിടെയാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ കാരന്തൂർ മർക്കസ് സ്കൂളൊക്കെ എത്തുന്നതിന് മുന്നേ ആയിട്ട് നമ്മളെ മെഡിക്കൽ കോളേജിൽ നിന്ന് വരുന്ന റോഡ് കാരന്തൂരൊക്കെ കയറൂല്ലേ, അതേ ഈ ഒരു റോഡിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് ഹോട്ടൽ ലിസി കേട്ടോ. അപ്പോൾ എല്ലാവരും എന്തായാലും ഒന്ന് വന്ന് കഴിച്ചു നോക്കണം, അടിപൊളി സംഭവമാണ്.